നമസ്കാരം. ഇന്ന് കേരളത്തിലെ ചില ക്രിസ്തീയ കുടുംബങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുക. ഒരുപാട് കുടുംബങ്ങളിൽ അപ്പന്മാരെന്നോ അച്ഛന്മാരെന്നോ ഒക്കെ പറയാം അല്ലേ, അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവരെ മക്കളെ വളർത്തിയത്. സമൂഹത്തിൽ അവർക്ക് വളരാനുള്ള എല്ലാം ചെയ്തു കൊടുത്ത അവരപ്പനാണ്. വിദ്യാഭ്യാസം കൊടുത്തു, സമൂഹത്തെക്കുറിച്ചുള്ള എല്ലാ കാഴ്ചപ്പാടുകളും കൊടുത്തു, എല്ലാം കൊടുത്തു. അവരെ വളർത്തി പട്ടിണി കിടന്ന് കഷ്ടപ്പെട്ട് മര്യാദയ്ക്ക് ആഹാരം കഴിക്കാണ്ട് സുഖങ്ങളൊന്നും ആസ്വദിക്കാണ്ട് ഈ മക്കളെന്ന് പറഞ്ഞ് വളർത്തിയ ഒരുപാട് അപ്പന്മാരുണ്ട്. അപ്പനോ അച്ഛനോ ഒക്കെ ആരും ആയിക്കോട്ടെ. പക്ഷേ നിർഭാഗ്യവശാൽ ഈ മക്കൾ വളർന്നു കഴിഞ്ഞപ്പോഴല്ലോ അപ്പന്മാരോട് ഒരു വിലയില്ല. ഇതിനകത്ത് ചില അമ്മമാരെയും പെടുത്താം. ഇന്ന് കേരളത്തിലെ ഒരു അവസ്ഥയാണ് ഞാൻ കണ്ടുവരുന്നത്. ഒരു 75% കുടുംബത്തിലും ഈ ഒരു അബദ്ധം സംഭവിക്കുന്നുണ്ട്. അമ്മയും മക്കളും കൂടെ ഒറ്റക്കെട്ടാവുക. അപ്പന് ഒരു വിലയും കൊടുക്കില്ല. അപ്പന് പട്ടിയുടെ വില കൊടുക്കുക. ഒന്നെങ്കിൽ അപ്പനെ തള്ളിയിടും, അല്ലെ അപ്പനെ എവിടെയെങ്കിലും ഒരു നിശബ്ദനാക്കിക്കൊണ്ട് ഏതെങ്കിലും ഒരു മുറിക്കകത്ത് അപ്പന് അവിടെ ഒരു സൗകര്യമാണ്, ഏതെങ്കിലും മുറിക്കകത്ത് അപ്പൻ ജീവിച്ചോളുക. മിണ്ടാൻ പാടില്ല, മക്കളുടെ തെറ്റുകളെ ശാസിക്കാൻ പാടില്ല, പറയാൻ പാടില്ല. അപ്പന് യാതൊരു വോയിസും ഇല്ല, അപ്പന് അവിടെ യാതൊരു സ്ഥാനവുമില്ല. അമ്മയും മക്കളും കൂടെ ഒറ്റക്കെട്ടാവുക. ഇസ്ലാമിൻ്റെ കുടുംബത്തെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ക്രൈസ്തവ കുടുംബങ്ങളാണ് ഇത് കൂടുതൽ കണ്ടുവരുന്നത്. അപ്പന് യാതൊരു വിലയില്ല. ഈ കല്യാണം കഴിച്ചുകൊണ്ട് വന്നപ്പം ഈ മക്കളൊന്നും ഇല്ലായിരുന്നല്ലോ. അന്ന് അമ്മയ്ക്ക് എല്ലാം വേണമായിരുന്നു, അപ്പനായിരുന്നു എല്ലാം പ്രിയപ്പെട്ടവൻ, ഭർത്താവ്. അങ്ങനെ ഈ ഭർത്താവ് പ്രിയപ്പെട്ടവനായിരുന്ന ഭർത്താവ് ഒരു കാലഘട്ടം കഴിയുമ്പോൾ മക്കൾ വലുതായി കഴിയുമ്പം ഈ അമ്മയും മക്കളും കൂടെ ഒറ്റക്കെട്ടാവുമെന്ന് പറഞ്ഞാൽ എന്തൊരു വേദനാജനകമായ അവസ്ഥയാണ്. ഇന്ന് കേരളത്തിൽ ഒരുപാട് കുടുംബങ്ങൾ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുക. ഞാനിത് കണ്ടുകൊണ്ടിരിക്കുക. ഞാനും ഈ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ഒരാളാണ്. അപ്പോൾ ഇതാണ് ജീസസ് ക്രൈസ്റ്റ് പണ്ട് പറഞ്ഞു വെച്ചത്. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ ശരിയല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര കുടുംബങ്ങൾ കൂടെ ഈ വേദന കടന്നു പോകുന്നത്. അതുകൊണ്ട് ഈ മക്കൾ നല്ല പ്രായം വരെ എത്തുന്നുണ്ടോ? 80 വയസ്സാണ് ആയുസ്. പക്ഷേ 80 വയസ്സ് ഇന്നത്തെ മക്കൾക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം മാതാപിതാക്കളെ ഒറ്റപ്പെടുത്തി, അല്ല അപ്പനെ ഒറ്റപ്പെടുത്തി പോകുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്.